നമ്മുടെ വാർത്തകളൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം സാറാണ് ഇക്കാര്യം ആദ്യമായിട്ട് നമ്മുടെ മീഡിയ മലയാളത്തിലൂടെയാണ് പ്രേക്ഷകർ അറിയുന്നത്. ഈ സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഈ പിക്ചറിനെ കുറിച്ചും. ഇതുവരെ ശബരിമലയിൽ വരാത്ത ഒരാളാണ് സോണിയാഗാന്ധി. അവർക്ക് എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിലോ അയ്യപ്പനെ വന്ന് കണ്ടാനെ, അവർ വന്നിട്ടില്ല. അവർ ഹിന്ദു വിശ്വാസിയല്ല. അപ്പൊ പിന്നെ അവരുടെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് പോയത്? ഈ പണ്ട് കരുണാകരൻ പോലെ വരെ സോണിയാഗാന്ധിയുടെ ഒരു ഇതിനു വേണ്ടി കാത്തു നിന്നൊക്കെ ഇപ്പൊ മാധ്യമങ്ങൾ പടച്ചു വിടുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ പല നേതാക്കന്മാർ ഇപ്പോഴും ജൻപന്തിന് പുറത്ത് നിൽക്കുമ്പോഴാണ് ഒരു കൂസലും ഇല്ലാതെ ഇസഡ് കാറ്റഗറി സുരക്ഷ ഉള്ളിടത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത്. ഇനി പോയില്ല എന്ന് ഇവർ പറയുകയാണെങ്കിൽ അവിടുത്തെ രജിസ്റ്റർ കാണുമല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നതും പോയതുമായിട്ടുള്ള സമയമൊക്കെ. കാരണം ഇവർക്ക് ഇസഡ് കാറ്റഗറി സുരക്ഷ ഉള്ളത് കൊണ്ട് അവിടെ രജിസ്റ്ററിൽ എഴുതി വെക്കും. ഇനി രജിസ്റ്റർ അവർ കത്തിച്ച് കളയുക, മറ്റേ പിണറായി വിജയൻ എന്തെങ്കിലും പിടിക്കുമ്പോൾ കത്തിപ്പോണതുപോലെ ഇത് കത്തിപ്പോകും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മൾ പറഞ്ഞ അതേ ഡയലോഗ് സാർ ഒരു ടോക്കിൽ ഒന്നല്ലോ നിരന്തരമായ ടോക്കിൽ പറയുന്ന അതേ വാക്കാണ് ഇന്നലെ പറഞ്ഞത്. ധൈര്യമുണ്ടെങ്കിൽ ഇത് കള്ളമാണെന്നാണെങ്കിൽ തെളിയിക്കട്ടെ, നിങ്ങൾ അത് ചിത്രമാണ് എന്ന് തെളിയിക്കട്ടെ. ഒരക്ഷരം ആരും മിണ്ടിയിട്ടില്ല. രമേശ് ചെന്നിത്തല തിരികൊളുത്തി വിട്ടുകൊടുത്തു. ഇപ്പൊ അത് ആള് കത്തുകയാണ്. ഡി മണിയെ പിടിച്ചു എന്ന് പറയുന്നു. ഇഡിയും CBIയും പോണതിന് മുമ്പ് SIT കയ്യിലാക്കി. ആരെ പേരാണ് പറയുന്നതെന്ന് അറിയില്ല. അങ്ങനെ മൊത്തത്തില് ഇപ്പൊ പത്മനാഭനെയും കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയിരുന്നു എന്ന് കേൾക്കുന്നു. ഞങ്ങളുടെ തലസ്ഥാനക്കാരെന്ത് ചെയ്യുമായിരുന്നോ എന്ന്. എന്തായാലും ഇതിലെ കോൺഗ്രസിന്റെ പങ്ക് അത് വ്യക്തമല്ലേ? എന്നിട്ട് ഈ കോൺഗ്രസ് എന്തിനാണ് ഇങ്ങനെ നടന്ന് നാടകം കളിക്കുന്നത്? കോൺഗ്രസിന്റെ പങ്ക് വ്യക്തമല്ലേ എന്നുള്ളതിന് തെളിവല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആരാണ്ടെ കേൾപ്പിക്കാൻ, ആർക്കാണ്ട് വേണ്ടി ഓക്കാനിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ രമേശ് ചെന്നിത്തലയും ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഒക്കെ ഇതിനകത്ത് പ്രതികരിക്കുന്നത്. പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് പാടിയതുകൊണ്ട് മാത്രം താഴെ വീണെന്ന് പറയുന്ന പിണറായി വിജയൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ജനത്തിൻ്റെ ഇടയ്ക്ക് ഈ വിഷയം വലിയ വികാരത്തിൽ നിൽക്കുന്നു ഉണ്ട് എന്ന് വിചാരിക്കേണ്ട സമയത്താണ് ഇവരാരും ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് കോൺഗ്രസും BJP ഒരേ ശൈലിയില്ല. അപ്പൊ അതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് എന്തോ? നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുമാരുടെ എല്ലാം കൈയുണ്ട്. അതായത് ഈ കൊള്ള ഒരു അന്താരാഷ്ട്ര മാനമുള്ള കൊള്ളയാണ്. അതങ്ങനെ നടത്തിയിട്ടുണ്ട്. അത് വെളിയിൽ ഏതെങ്കിലും അർത്ഥത്തിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അഥവാ വരണ്ട എന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ചിരിക്കുന്നു, കൊള്ള നടത്തിയിരിക്കുന്നു എന്നല്ലേ വിചാരിക്കണ്ടേ? ഇപ്പൊ നമ്മളീ പറഞ്ഞത് ഞാൻ നാളെ ചോദിച്ച ചോദ്യം, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ചോദിക്കുന്ന ചോദ്യം ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പോറ്റിയെ കയറ്റി എന്നൊക്കെ പറയുന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് BJPയുടെ കാര്യം പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം പറ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ പരികർമ്മി, അതായത് ഈ ഉണ്ണാണി പോറ്റി, ഈ പരികർമ്മി എങ്ങനെ ഇസഡ് കാറ്റഗറി ഉള്ളത് ചോദിച്ചത് എല്ലാവരും ഇപ്പം സാധാരണക്കാരുടെ ചർച്ചയായി. കാരണം ഈ സ്വർണ്ണക്കൊള്ളയ്ക്കകത്ത് ഈ ഇസഡ് കാറ്റഗറി ഉള്ള, അതായത് ഇവിടുത്തെ പ്രമുഖ നേതാക്കന്മാർക്ക് പോലും, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പോലും അപ്പോയിൻമെന്റ് ചോദിച്ചാൽ മാസങ്ങൾ എടുക്കുന്ന, ഇപ്പൊ പറഞ്ഞ പോലെ കരുണാകരന് പോലും കാത്തു നിൽക്കേണ്ടി വന്നിട്ടുള്ള നെഹ്റു ഫാമിലിയിലെ, ഇന്ത്യയിൽ 55 കൊല്ലം ഭരിച്ച എന്ന് പറയുന്ന ഈ ഫാമിലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണല്ലോ എപ്പം പറയുമ്പോഴും ഇപ്പം പ്രതിപക്ഷത്ത് ഇന്ത്യ മൊത്തവും വേരുള്ളതും ആഴത്തിലുണ്ടായിരുന്നതും ഇപ്പം ദ്രവിച്ചുകൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ്. അത് സോണിയക്ക് ഇതിൽ പങ്കൊന്നുമില്ല. കാരണം സോണിയ കല്യാണം കഴിഞ്ഞ് വന്നതുകൊണ്ട് കോൺഗ്രസിന്റെ അവരാണല്ലോ മൊത്തം തീരുമാനിക്കുന്നത്. അവരാണല്ലോ ഇതിന്റെ മൊത്തം ഉടമ എന്ന് പറയുന്നത്. അതായത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഖാർഗെയാണെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോഴും അവർ തന്നെ അവർ വിചാരിക്കുന്നത് കാണാം. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട അവരുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി. ഞാൻ പുറകെ ഫോട്ടോ എടുത്താന്ന് വേണമെങ്കിൽ ഇവർക്ക് പറയാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യ എങ്ങനെ പോകുന്നു? ഔദ്യോഗിക സ്ഥിരീകരണം 2 വട്ടം ചെന്നത് ഫോട്ടോ ഗോവർദ്ധൻ എന്ന് പറഞ്ഞവന്റെ കൂടെ ഇവനിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അതിന് സമാനം പറയട്ടെ. ആണ് ഈ കൊള്ളയ്ക്കകത്ത് നമ്മൾ വിചാരിക്കുന്ന, അറിയാവുന്ന, ഇപ്പൊ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുള്ള, അന്വേഷണത്തിനകത്ത് വന്നിട്ടുള്ള ആൾക്കാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഗോവർദ്ധൻ ഇവരുടെ കൂടെ ഇവർക്ക് എന്താ ഇവിടെ കാര്യം? നമ്മൾ വേറെ ഒന്നും കണ്ടിട്ടില്ല. ഇവർക്ക് വലിയ ഹിന്ദു സ്നേഹവും തിരുമേനി സ്നേഹവും അനുഗ്രഹവും ഒക്കെ വേണമെങ്കിൽ ഈ UPയില് രാമജന്മഭൂമിയിൽ ഒന്ന്, അല്ലെങ്കിൽ മോനും പോകുന്നില്ല, പ്രിയങ്കയും പോകുന്നില്ല, സോണിയാഗാന്ധിയും പോകുന്നില്ല. ഇതുപോലെ ഒന്നിനകത്ത് നമ്മൾ ഇവരെ കണ്ടിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി കെട്ടിക്കൊടുക്കുന്ന ചരട് എവിടുന്ന്, എന്തിന്? തന്ത്രിയോ കുന്ത്രിയോ, അതാരാ നമുക്ക് തന്ത്രി എന്നാരെങ്കിലും പറയാം. അയാൾക്ക് ഗ്രേഡ് ഉണ്ടല്ലോ, അയാൾ അതിനകത്ത് വലിയ നിലവാരത്തുള്ള ആൾ. അപ്പൊ ഇതിനകത്ത് ആ ഒറ്റ ചോദ്യത്തിനകത്തുണ്ട് ഇതെല്ലാം. കോടതി ചോദിച്ചത് കടൽ കടത്തിയോ? ആ ചോദ്യത്തിന് ഉത്തരം ഇതിനകത്തുണ്ട്. കോടികളുടെ ഇടപാട് നടന്നോ? ആ ചോദ്യത്തിന് ഉത്തരം ഇതിനകത്തുണ്ട്. ഗൂഢാലോചന നടന്നോ? ആ ചോദ്യത്തിന് ഉത്തരവാദിത്തം. പിണറായി പറഞ്ഞത് ഇന്നലെ, നിങ്ങളിന്ന് പറയണേ ഈ സോണിയാഗാന്ധിയുടെ കൂടെ എന്തിനു നിന്നു?
ശരി ഞങ്ങളെ ആൾക്കാരെല്ലാം അല്ലെങ്കിൽ പപ്പൻ കിടക്കുന്നു, വാസു കിടക്കുന്നു, ഇതുവരെ കിടന്നു. അതും അബദ്ധം വേറെ കാര്യമുണ്ട് ഇതിനകത്ത്. നമ്മൾ പറയുമ്പോൾ ഈ പപ്പനും വാസുവും ഉണ്ട് ഇതിനകത്ത്. ബാക്കിയുള്ള എല്ലാം കോൺഗ്രസിന്റെ നേതാക്കന്മാരറിയോ? മൂരിബാബു, എന്ത് വാസുവോ, മൂരിബാബു അവരെല്ലാം കോൺഗ്രസിന്റെ ഈ യൂണിയന്റെ നേതാക്കന്മാരാ. അതായത് വെളിയിലോട്ട് വരുന്നേ ഇല്ലല്ലോ. മാധ്യമങ്ങൾക്കും ഇതിനകത്തൊരു അജണ്ടയുള്ളത്. അപ്പൊ ഇന്നാൾ പ്രതി അവരങ്ങ് തീരുമാനിക്കുമല്ലോ മാധ്യമങ്ങൾ, ഇന്നാളാ പ്രതി കേട്ടോ. അതിന്റെ പുറകെ ഇങ്ങനെ നിൽക്കുക. ഇല്ല, സോണിയാഗാന്ധിയുടെ പടം വന്നണക്കെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിന്നണക്കെ, ആ പ്രകാശിന്റെ കൂടെ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്തനംതിട്ട MP ആന്റോണിയുടെ കൂടെ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇതെന്താ മാധ്യമങ്ങളിൽ ചർച്ചയില്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ പെല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കും. അത് പറഞ്ഞിട്ട് അങ്ങ് പോവാ. ബാക്കിയാണെങ്കിൽ ബാക്കി പപ്പനെയാണെങ്കിൽ പപ്പന്റെ ഇഴകീറി പരിശോധിക്കുക, പപ്പന്റെ അണ്ടകടാകം വരെ പരിശോധിച്ചു, നിലവറ വരെ തുറന്നു കുമാരൻ. CPM ഒരു അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, അനിൽകുമാർ, എന്ത് പറഞ്ഞാലും വിടുവായത്തരം പറഞ്ഞൊരു മനുഷ്യനാണ്. പക്ഷെ ഇന്നലെ ചർച്ചയിലും പുലിയായി. ഇന്നലെ ഇരുന്ന് പറയുന്ന ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ ചർച്ചയ്ക്ക് വിളിക്കുന്ന വെല്ലുവിളിക്കുകയാണ് പരസ്യമായിട്ട്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ ഞങ്ങൾ തരാം, ചർച്ചയ്ക്ക് വരാൻ തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്നത്. സതീശ് നിങ്ങൾ ഓടി നടന്ന് പറയുന്നത് ആണ്ടെ ഓടി രണ്ടുപേരെ ഇവിടുന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഞാൻ പേര് പറയണം, പറയടേ. ഇയാൾ എന്തിനാ ആരെയാ വായിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ പുള്ളി ഡീല് വല്ലതും ഉണ്ടോ? പറയാതിരിക്കുന്നത് രണ്ടുപേരെ എന്ത് നിങ്ങളെ എന്തോ മണ്ടന്മാരാക്കുന്നു? നിങ്ങള് പ്രതിപക്ഷ നേതാവ്, നിങ്ങൾ പറ, എന്നെ കൊണ്ട് പറയിക്കല്ലേ? ആരാ പറയിക്കാതിരിക്കുന്നത്? ഞങ്ങളല്ലോ. നിങ്ങൾ പറയാതിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞാൽ അയാൾ തിരിച്ചു പറഞ്ഞാൽ മറുപടി ഇല്ലാതാവും. മാത്രമല്ല ഇപ്പൊ രമേശ് ചെന്നിത്തലയും പിണറായി വിജയൻ കൂടെ ഒന്നിച്ചോ എന്ന് നമുക്ക് ചോദിക്കേണ്ടത്. ആലപ്പുഴക്കാരനാരാ? ഇനി ബാംഗ്ലൂരിൽ പിടിക്കാനുള്ള ദേശായി ആരാ? പോലീസ് എന്തിനാ ഒളിച്ചു വെച്ചിരിക്കുന്നത്? അപ്പം ഇതിനകത്ത് ഒരു വലിയ കള്ളക്കളിയുണ്ട്. പിണറായി വിജയൻ ചോദിച്ച ചോദ്യം ഇൻഡയറക്റ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഇതിനകത്തുള്ള ആൾക്കാരെ വെളിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി രമേശ് ചെന്നിത്തല 2-3 വ്യവസായികളെ കൊണ്ട് അവിടെ ചെന്നിട്ടുണ്ട്. 500 കോടി നടന്നേ, അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോയേ, ചെമ്പ് അല്ലെങ്കിൽ ആന്റിക് ബിസിനസ് നടന്നേ, പഞ്ചലോകഗ്രഹം കൊണ്ടുപോയി അന്വേഷിക്കുക. SIT ഇപ്പം ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ SITയുടെ അന്വേഷണം ശരിയായ രീതിയിൽ എന്ന് പറയാൻ വരട്ടെ. ഹൈക്കോടതി പറഞ്ഞ 2 പേരുണ്ടല്ലോ, 2 പേരെ ഹൈക്കോടതി പറഞ്ഞിട്ടാണ് 2 പേരെ ദേവസ്വം ബോർഡ് മെമ്പർമാരെ ചോദ്യം ചെയ്യാൻ തയ്യാറാവുന്നത്. ഇപ്പം ഇയാൾ എന്ന് മൊഴി കൊടുത്തപ്പോഴാണ് ഇയാളെ പുറകെ പോകുന്നത്. പോയൊക്കത്തുള്ളൂ ചോദിച്ചിട്ട് തിരിച്ചു വന്നിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതാ വ്യവസായി ബ്ലങ്കർ മണി, ദുബായ് മണി, കുഴപ്പമൊന്നുമില്ല. ഡയമണ്ട് മണി, ദുബായ് മണി, ദാവൂദ് മണി, ഇവന് കണ്ടമാനം പേരാ. സോണിയുടെ മണിയെന്നും വേണേ വരാം, അറിയാൻ പറ്റത്തില്ല. പപ്പുവിന്റെ മണി, സോണിയുടെ മണി എന്നൊക്കെ പറഞ്ഞു വരാം. ഇതിനകത്ത് നമ്മൾ കാണുന്നില്ല, നമ്മുടെ സിനിമയ്ക്കകത്തില്ല ബെല്ലാരി രാജ, ബെൻസ് രാജ, മറ്റേ രാജ എന്നൊക്കെ പറഞ്ഞ ഒരാൾ വരുന്നില്ല. അതുപോലെ ഈ മണി, മനസ്സിലായില്ലേ? അപ്പം ഇതിനകത്ത് മണിയെ വ്യക്തത വരുത്തി കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂട്ടും ക്ലിയർ ചെയ്തിട്ടുണ്ട്. പണ്ട് പറയത്തില്ലേ രമേശ് ചെന്നിത്തല ഇപ്പം എടുത്തേക്കുന്ന സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ആമയെ ചുടുവാണെങ്കിൽ മലത്തിയിട്ട് ചുടണം. ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ. ഈ കൊള്ള മൊത്തം നടത്തിയത് ആലപ്പുഴ, ഡൽഹി, സോണിയ, രാഹുൽ, അല്ലെങ്കിൽ വധേര, അല്ലെങ്കിൽ സോണിയയുടെ പെങ്ങ്, ഇങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കാം, അറിയത്തില്ല. നിങ്ങൾ അന്വേഷിച്ച് വേണമെങ്കിൽ കണ്ടുപിടിച്ചോണം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിണറായി വളരെ വ്യക്തത വരുത്തി പറഞ്ഞു, കള്ളം താണ്ട നിൽക്കുന്നു, നിങ്ങൾക്ക് ആർക്കും ചോദിക്കണ്ടായോ? നിങ്ങൾ എന്താ ചോദിക്കാത്തത്? താണ്ട നിൽക്കുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞത് കണ്ടോ, ആ കള്ളൻ എവിടെ ഇരിക്കുന്നതെന്ന് ആണ്. വേണമെങ്കിൽ നിങ്ങൾ തൊട്ട് കാണിക്കാൻ പറയത്തില്ല. രമേശ് ചെന്നിത്തല പറഞ്ഞു തൊട്ട് കാണിക്കാൻ പറയത്തില്ല. അത് ഞാൻ പറയുന്നില്ല. അതല്ലേ ഒരു കേരളത്തിലൊരു പ്രമുഖ അവര് പറയുന്നതാണ്, ഒരു ചാനല് ലോകത്ത് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. പക്ഷെ ഈ ഫോട്ടോ പുറത്തു വന്നതിന്റെ അന്ന് ചർച്ച ചെയ്ത വിഷയം, ഒരു കാര്യമില്ലാതെ ചർച്ച ചെയ്ത വിഷയം BJP കേരളത്തിൽ തകർന്നടിഞ്ഞു. ഓരോ മണ്ഡലം BJPയുടെ തകർച്ച അങ്ങനെ എന്റെ കൂടെ നിന്ന് കണ്ട 2-3 പേര് ചോദിക്കാണ്, ഈ ചർച്ചയ്ക്ക് ഇന്ന് പ്രസക്തി എന്താ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് മറ്റേ ചർച്ച ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇന്ന് ഇത് ചർച്ച ചെയ്യുന്നത്. പത്രത്തിലേക്ക് പോട്ടെ, ആള് വെളി വരട്ടെ. നമ്മൾ ആഗ്രഹിക്കണ്ട. നമുക്കതിനകത്ത് നമ്മൾ കണ്ടിട്ടില്ലേ SITക്കകത്ത് ഒരു ചെറിയ ഒരു വലിവ് ഇപ്പൊ വലിവ് വരാ ഇടയ്ക്കിടയ്ക്കില്ലേ നമ്മൾ പോത്തന്മാരെ പൂട്ടുന്ന പോലെ SIT ഇടയ്ക്കിടെ നല്ല അടിക്കണം. കോടതി പറയുമ്പോൾ പോകും. കോടതിക്ക് പണി ഏറ്റെടുക്കേണ്ടി. കോടതി പറയും സോണിയാഗാന്ധി ചോദ്യം ചെയ്യണ്ട, സോണിയാഗാന്ധി വന്നാട്ട് എന്നുള്ള രീതിയിൽ എന്തായാലും നോക്കാം. അതെ.